എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ വർഷം LDC പരീക്ഷ എഴുതുന്നവരുടെ ശ്രദ്ധയിലേക്കൊരു വീഡിയോ ആണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നേരത്തെ PSC പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന രീതിയായിരുന്നു PSC തുടർന്ന് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനുശേഷം കൺഫർമേഷൻ വരുന്ന സമയത്ത് കൺഫർമേഷനിലൂടെ കൊടുത്തവർക്ക് മാത്രമാണ് PSCയുടെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇങ്ങനെ ധാരാളം പേര് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷവും എക്സാം സ്കിപ്പ് ചെയ്യുന്നത് 2023 ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് 40% ആളുകൾ അന്ന് ഹാജരായിട്ടുണ്ടായില്ല. ഏകദേശം 1 കോടിക്ക് മുകളിൽ നഷ്ടം PSC എന്ന് കണക്കാക്കിയിരുന്നു. 1,62,000 പേരോളം അപ്ലൈ ചെയ്തിട്ട് 56,000 പേര് പരീക്ഷയ്ക്ക് എത്താത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. 2022 4 ഘട്ടങ്ങളായി നടന്ന പ്രിലിമിനറി പരീക്ഷയ്ക്കും 12,69,000 പേര് കൺഫർമേഷൻ കൊടുത്തിട്ട് 9 ലക്ഷം പേർ മാത്രമാണ് എക്സാമിന് ഹാജരായത്. ഏകദേശം 7 കോടിക്ക് മുകളിൽ നഷ്ടമാണ് അന്ന് PSCക്ക് ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നത്. ഒരു എക്സാം നടത്താനായിട്ട് 150 രൂപ മുതൽ 200 രൂപ വരെയാണ് PSCക്ക് ചിലവായിട്ട് വരുന്നത്. സോ വളരെയധികം ആളുകൾ എക്സാം കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം എഴുതാത്തത് PSCക്ക് വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതോടുകൂടി കൺഫർമേഷൻ കൊടുത്തിട്ട് തുടർച്ചയായി കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം സ്കിപ്പ് ചെയ്യുന്നവരെ അവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്ക് PSC ആലോചന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. PSCയുടെ ചരിത്രത്തിൽ ഒരുപാടധികം എക്സാമുകൾ വരുന്ന വർഷമാണ്. UPSA, LPSA, SI, LGS, LDC, LSTD അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഈ ഒരു വർഷം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 27 തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന LDC എക്സാമിന് മാത്രം 1,74,344 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു വർഷം ഒരുപാട് പേർ കൺഫർമേഷൻ കൊടുത്തിട്ട് എക്സാം എഴുതിയില്ലെങ്കിൽ ഒരുപക്ഷെ തുടർച്ചയായി കൺഫർമേഷൻ കൊടുത്ത് എക്സാം സ്കിപ്പ് ചെയ്യുന്നവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് PSC കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ അറ്റൻഡ് ചെയ്യുന്ന കൺഫർമേഷൻ കൊടുക്കുന്ന എള്ളിക്കണക്കിൻ്റെ എക്സാം ഈ വർഷം നടക്കുന്നത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ PSC എക്സാം എഴുതുക. പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് പിന്നത്തെ കാര്യം. ഉറപ്പായും എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് കാരണം എക്സാം എഴുതാൻ സാധിച്ചില്ലെങ്കിൽ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കരുതി വെച്ചേക്കുക. ഏതായാലും ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എത്തിയില്ലെങ്കിലും ഈ ഒരു വർഷം ഒരുപാട് എക്സാംസ് വരുന്ന വർഷമാണ്. അതുകൊണ്ട് തന്നെ കൺഫർമേഷൻ കൊടുത്തവർ മാക്സിമം എക്സാം എഴുതുക. ഒഫീഷ്യലായിട്ട് ഇതിനെപ്പറ്റിയിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ വരുമ്പോൾ നമ്മളെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ചാനൽ അതോട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.